107 സങ്കീർത്തനം 21 22 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടെ അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. ഇവിടെ നാം കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നു. കർത്താവിനെ നാം മഹത്വപ്പെടുത്തുകയും സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുകയും സ്തുതിസ്തോത്രഗാനങ്ങൾ പാടി അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് 136 സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് തുടങ്ങി 26 വാക്യങ്ങളുള്ളതായ ഈ സങ്കീർത്തനം ഉടനീളം ഓരോ വാക്യത്തിലും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ എന്നെഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ആ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വാക്യങ്ങളിൽ ഒരു ഹൈഫൻ ചേർത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ആ ഹൈഫൻ കഴിഞ്ഞതിന് ശേഷമായി സ്തോത്രം ചെയ്യുവീൻ എന്ന് ചേർത്ത് പാടുന്നതിന് വേണ്ടിയുള്ള ഭാഗമാണത്. ഉദാഹരണമായി, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് എന്ന് കഴിഞ്ഞതിന് ശേഷം സ്തോത്രം ചെയ്യുവീൻ എന്ന് നാം പറയണം. അങ്ങനെ ആ സങ്കീർത്തനത്തിൻ്റെ ഓരോ വാക്യങ്ങളിലും സ്തോത്രം ചെയ്യുവീൻ എന്ന് പറഞ്ഞ് വായിക്കുവാനായിട്ടുള്ള സങ്കീർത്തനമാണത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അങ്ങനെ സ്തോത്രം ചെയ്യുവീൻ എന്ന് ചേർത്ത് വായിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ഒരു ഹൈഫൻ ചേർത്തിട്ടുള്ളത്. അങ്ങനെ ആ സങ്കീർത്തനത്തിലുടനീളം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനായി സങ്കീർത്തനക്കാരൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ നാം വായിച്ചതായ 107 സങ്കീർത്തനത്തിൽ അതിൻ്റെ 22 വാക്യത്തിൽ അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടെ അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ എന്ന് സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ നാം ആരാധിച്ചു മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കർത്താവിന് നന്ദി കരേറ്റുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നാം വായിക്കുന്നുണ്ട്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. നാം കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കുവാൻ ബാധ്യസ്ഥരാണ്. എല്ലാ സമയത്തും കർത്താവിന് സ്തോത്രം പറയുവാൻ, നന്ദി പറയുവാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദി കരേറ്റുവാൻ നാം ബാധ്യസ്ഥരാണ്. അതുതന്നെയാണ് നാം 21 വാക്യത്തിൽ വായിക്കുന്നത്. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. കർത്താവിന് സ്തുതി കരേറ്റുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സംഗതി എന്താണ്? അവിടുന്ന് നമുക്ക് ചെയ്ത നന്മകൾ ഓർത്തുകൊണ്ട്. എന്തെല്ലാം നന്മകളാണ് കർത്താവ് നമുക്ക് ചെയ്തിട്ടുള്ളത്? പിന്തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്ത് നോക്കിയാൽ എത്രയോ നന്മകൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതിനോടകം എത്ര നന്മകൾ നാം കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് പ്രാപിച്ചു കഴിഞ്ഞു. 16 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. എല്ലാ നന്മകളും എനിക്ക് നൽകി തന്നിട്ടുള്ളത് കർത്താവേ അവിടുന്നാണ്. ഞാൻ പുൽപ്പുറത്ത് ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് എന്നെ ഇസ്രായേലിലെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അവിടുന്നാണ്. അതുകൊണ്ട് അവിടുന്നല്ലാതെ എനിക്ക് ഒരു നന്മയുമില്ല. എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളും അവിടുന്ന് നൽകി തന്നിട്ടുള്ള നന്മകളാണ്. ദാവീദ് രാജാവ് അത് പറയുമ്പോൾ അതിനേക്കാൾ എത്രയോ അധികമായി നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കർത്താവേ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളും അവിടുന്ന് നൽകി തന്നിട്ടുള്ളതായ നന്മകളാണ്. സ്വയമേവ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എല്ലാം അവിടുന്ന് നൽകി തന്നിട്ടുള്ളതായ ദാനങ്ങൾ മാത്രമാണ്. തൊട്ട് മുകളിൽ കാണുന്നതായ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നാം പാപരോഗത്താൽ ബാധിതരായിരുന്നു, നിത്യമായ നരകാഗ്നിക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു. അതിൽ നിന്ന് വിടുവിക്കുവാൻ ആർക്കും സാധ്യമല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ നിത്യത മുഴുവനും നാം നരകാഗ്നിയിൽ എരിയേണ്ടുന്നവരായിരുന്നു. രണ്ടാമത്തെ കാര്യം, നാം ഏറ്റവും താണ കുഴിയിൽ കിടന്നവരായിരുന്നു. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, താണ കുഴിയിലും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എൻ്റെ കാലുകളെ ഉയർത്തി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി, എൻ്റെ വായിൽ പുതിയ പാട്ട് നൽകി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്നെഴുതിയിരിക്കുന്നു. അതുപോലെ
നമ്മെ ഏറ്റവും താണ അവസ്ഥയിൽ നിന്ന് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുന്നു. എത്ര വലിയ നന്മയാണ് ദൈവം നമുക്ക് നൽകിയത്. പിശാചിൻ്റെ മക്കൾ എന്നുള്ളതായ ഏറ്റവും താണതായ അവസ്ഥയിൽ നിന്ന് ദൈവമക്കൾ എന്നുള്ളതായ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് ദൈവം ചെയ്ത നന്മകൾ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ, സർവ്വ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ സർവാധികാരിയായ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ പുത്രസ്വീകാര്യം എത്രയോ വിലയേറിയതാണ്. ഈ ലോകത്തിൽ എത്രയോ കോടിക്കണക്കിന് ആളുകൾ ദൈവമല്ലാത്തവയെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ആരാധിക്കുന്നുണ്ട്. എത്രയോ കോടിക്കണക്കിന് ആളുകൾ സൃഷ്ടിയെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ആരാധിക്കുന്നവരായിട്ടുണ്ട്. എന്നാൽ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. സർവ്വ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ വലിയവനായ ദൈവത്തെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. മക്കളെന്നുള്ള പദവിയിലിരുന്നു കൊണ്ട് ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അത് തന്നെ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മയല്ലേ പ്രിയമുള്ളവരെ? അത്രത്തോളം വലിയൊരു നന്മ ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുവാനുണ്ടോ? എത്രയോ തരത്തിലുള്ള ആരാധനകൾ ഇന്ന് ലോകത്തിൽ നടക്കുന്നുണ്ട്. എത്രയോ മൗഢ്യമായിട്ടുള്ള ആരാധനകൾ നടക്കുന്നുണ്ട്. ശരീരം മുറിവേൽപ്പിച്ച് ആരാധിക്കുന്നവരുണ്ട്, രക്തം ചിന്തി ആരാധിക്കുന്നവരുണ്ട്, അജ്ഞാത ദേവന്മാരെ ആരാധിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവകൃപയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന ദൈവത്തെ, സർവ്വ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ സർവ്വവ്യാപിയായ സർവ്വമഹത്വധാരിയായ ദൈവത്തെ നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ട് ആ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് എത്രയോ വലിയൊരു നന്മയാണ് പ്രിയമുള്ളവരെ. രാവിലെ കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇത് നമ്മുടെ ഏറ്റവും വലിയ ആത്മീയമായിട്ടുള്ള നന്മയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ആത്മീയ നന്മയോടൊപ്പം തന്നെ ഭൗതികമായ നന്മകളെപ്പറ്റിയും നാം ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. എത്രയോ ഭൗതിക നന്മകൾ കർത്താവ് നമുക്ക് നൽകി തന്നു. ഇന്ന് രാവിലെ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും കർത്താവ് നൽകി തന്നിട്ടുള്ളതായ ഭൗതിക നന്മകൾ എത്ര വിലയേറിയതാണെന്നുള്ളത് ചിന്തിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഞാൻ ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തതായ ഈ മോർണിംഗ് മെസ്സേജിൽ സൂചിപ്പിച്ചതായ ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ പഴയകാല ചരിത്രമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എത്രമാത്രം ദയനീയമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ആ കാലത്തുള്ളവർ ജീവിച്ചിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും. യാതൊരു നിവൃത്തിയില്ലാത്ത, വീടുകളില്ലാത്ത, അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊന്നുമില്ലാത്തതായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. വാഹനങ്ങളൊക്കെ പരിമിതമായിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് കാളവണ്ടിയിലും അതുപോലെ തന്നെ നടന്നുമൊക്കെയാണ് മനുഷ്യർ പോയിരുന്നത്. അന്നത്തെ രീതികളെന്നൊക്കെ പറയുന്നത് ഇന്നത്തേതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിരുന്നു. വസ്ത്രധാരണ രീതികൾ തന്നെ എത്രയോ വ്യത്യസ്തങ്ങളായിരുന്നു. അന്ന് അമ്മച്ചിമാരൊക്കെ ചട്ടയും മുണ്ടും ഉപയോഗിച്ചിരുന്നതായ ഒരു കാലഘട്ടം. അതുപോലെ തന്നെ ചെറുപ്പക്കാർ, പെൺകുട്ടികളൊക്കെ ഹാഫ് സാരി ചുറ്റുന്നതായ ഒരു കാലഘട്ടം. അതുപോലെ പുരുഷന്മാരാണെങ്കിൽ ഷർട്ടും മുണ്ടും ഉപയോഗിച്ചതിന് ശേഷം അതിനു മുകളിൽ ഒരു ഉത്തരീയം കൂടെ ഉപയോഗിക്കുന്നതായ ഒരു കാലഘട്ടം. അത് എൻ്റെ ചെറുപ്പത്തിലുള്ളതായ ഒരു സമയമാണെങ്കിൽ അതിനു മുൻപുള്ളതായ സമയമെന്ന് പറയുന്നത് അതിനേക്കാൾ എത്രയോ താണനിലയിൽ വസ്ത്രധാരണ രീതിയും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതായ ഒരു കാലഘട്ടം. നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ലാത്ത അത്ര പരിതാപകരമായ നിലയിലുള്ളതായ ഒരു സമയമായിരുന്നു അത്. ഇന്നത്തെ കുട്ടികൾ മട്ടണും ചിക്കൻ ഫ്രൈയും ബർഗറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാത്രമേ അവർക്ക് പരിചയമുള്ളൂ. അവർക്ക് അത് മാത്രമേ കഴിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതൊന്നുമില്ലാതിരുന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പരിതാപകരമായ ഒരു കാലഘട്ടം. അതിനെപ്പറ്റി അവർക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പ്രിയമുള്ളവരെ, ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ദൈവം എത്രമാത്രം വലിയ നന്മയിലേക്ക് നമ്മെ നടത്തിക്കൊണ്ടു വന്നു എന്നുള്ളത് ഇന്ന് രാവിലെ ചിന്തിക്കുവാൻ നമുക്കിടയായിത്തീരണം. കർത്താവ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി തന്നു. എല്ലാ നന്മകളും നമുക്ക് നൽകി തന്നു. ഭൗതികമായി നമുക്ക് ആവശ്യം എന്തൊക്കെയാണോ അതെല്ലാം അറിഞ്ഞ് കർത്താവ് നമ്മെ സഹായിച്ചു. ഇല്ലായ്മയിൽ നിന്ന് കർത്താവ് നമ്മെ ഏറ്റവും ഉന്നത നിലയിലേക്ക് കൊണ്ടുവന്നു. ആത്മീയമായും ഭൗതികമായും കർത്താവ് നമ്മെ സഹായിച്ചു. വാസ്തവത്തിൽ ഇതൊരു അത്ഭുതമല്ലേ പ്രിയമുള്ളവരെ? 107 സങ്കീർത്തനം 21 വാക്യത്തിൻ്റെ 2 ഭാഗത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ എന്നെഴുതിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നതായ ഈ വലിയ അത്ഭുതങ്ങളല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? എത്ര വലിയ അത്ഭുതങ്ങൾ ദൈവം നമുക്ക് ചെയ്തു തന്നു. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നൽകി തന്നു. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കണം.
ഇന്ന് രാവിലെ ആ കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവായ നല്ല ദൈവമേ, അവിടുന്ന് നൽകി തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വായിച്ചതുപോലെ അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ എന്നെഴുതിയിരിക്കുന്നത് പോലെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും അവിടുന്ന് നൽകി തന്നതാകുന്നുവല്ലോ കർത്താവേ. അവിടുന്ന് അല്ലാതെ ഞങ്ങൾക്ക് ഒരു നന്മയുമില്ല. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ സ്തോത്രയാഗം അർപ്പിച്ച് ഞങ്ങൾ അവിടുത്തെ മുൻപാകെ നമസ്കരിക്കുകയാണ് കർത്താവേ. സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും എല്ലാം ഞങ്ങൾ പുത്രൻ മുഖാന്തരം അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും എല്ലാ ഉപകാരങ്ങൾക്കും ആത്മീയവും ഭൗതികവുമായി ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കർത്താവേ, ഈ വലിയ സ്മരണയോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.